കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹവും ബഹുമാനമുള്ള ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന പ്രിയ ദൈവത്തിന്റെ ദാസൻ ജിബിൻ, കർത്താവിന്റെ ദാസൻ ലവാർബി ക്രൂസൈഡ് മിനിസ്ട്രീസിന്റെ ഡയറക്ടറായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ബ്രദർ ജെ വിൽസൺ അവർകൾ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ദൈവദാസി ദാസന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും യേശു കർത്താവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഈ സൂം മീറ്റിംഗിന്റെ 199 ദിവസം കർത്തൃപാദത്തിൽ നമുക്കായിരിക്കുവാനും ഇതുവരെ നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി കരേറ്റുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന മകൾ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ അതിയായി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഈ 199 ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കഴിച്ച അപേക്ഷകളും നിലവിളിക്കും ഒക്കെ അതാത് സമയങ്ങളിൽ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ നന്മകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. നമ്മുടെയും ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ താങ്ങുന്ന കരം കൂടെയായിരുന്നു. ശത്രുവായ പിശാച് നമ്മെ തകർത്ത് കളവാൻ ഒത്തിരി വെല്ലുവിളി ഉയർത്തിയ വേളകളിൽ ഈ സൂം മീറ്റിംഗിലൂടെ നമുക്ക് ലഭ്യമായ ദൈവവചന സന്ദേശങ്ങൾ, നല്ല പ്രാർത്ഥന കൂട്ടായ്മകൾ ഒക്കെ നമ്മെ ദൈവകരങ്ങളിൽ സ്തോത്രം പിന്നെയും അമർന്നിരിപ്പാൻ, താണിരിപ്പാൻ, വിനയപ്പെടുവാൻ, നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന കർത്താവിൽ അധികമായി ആശ്രയിക്കുവാനൊക്കെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ലവാർബി ക്രൂസൈഡ് മിനിസ്ട്രീസിന്റെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ വലിയ കൃപ പകർന്നുകൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അസാധാരണമായ ഈ സാഹചര്യത്തിലും കർത്താവിന്റെ വയൽ പ്രദേശത്തിൽ ഓടുവാൻ, അധ്വാനിപ്പാൻ കർത്താവിന്റെ ഭൃത്യനെ സ്വർഗം അധികാരപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. പിന്നെയും കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ തന്റെ യാത്രയിലൂടെ ദൈവം കൃപ ചെയ്യുന്നുവല്ലോ. പ്രോത്സാഹിപ്പിക്കുന്ന നല്ല അനുഭവങ്ങൾ പിന്നെയും സ്വർഗത്തിൽ ദൈവം അവിടുത്തെ അഭിഷിക്ത ദാസന്, തന്റെ ഒപ്പമായിരിക്കുന്ന ദൈവദാസി ദാസന്മാർക്ക് ഒക്കെ നൽകുന്നുവല്ലോ. ഊഷര ഭൂമിയിൽ മഴ പെയ്ത് പിന്നെയും വിതയ്ക്ക് വേണ്ടി നിലം ഒരുക്കപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വവും ശക്തിയും അധികമായി നമ്മുടെ പ്രാർത്ഥനകൾ മുഖാന്തരം, നമ്മുടെ ഐക്യതകളും ആത്മാർത്ഥതകളും മുഖാന്തരം സ്വർഗത്തിൽ ദൈവം ദേശങ്ങളിൽ നിശ്ചയമായി ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയായി മഹോന്നതങ്ങളിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ ഓമന പുത്രനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങൾക്ക് കർത്താവിന്റെ സവിധത്തിൽ കടന്നു വരുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ നിറയുവാൻ, അങ്ങയുടെ കൃപയുടെ ആഴങ്ങളെ രുചിച്ചറിയുവാൻ, ഏത് പ്രതിസന്ധിയിലും ഞങ്ങളെ താങ്ങുന്ന രക്ഷകന്റെ കൃപയുള്ള കരത്തിന്റെ ആ സ്പർശനം അനുഭവിച്ചറിയുവാൻ ഇന്നയോളം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ ഒരു ദിവസമെങ്കിലും സംബന്ധിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യുത ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന സകലരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പാ, ഞങ്ങളെ താഴ്ത്തി പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം, അങ്ങ് ഞങ്ങളെ ധൈര്യപ്പെടുത്തണം, ക്രിസ്തു കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണം. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ പ്രിയമക്കളെ നീ ബലപ്പെടുത്തി അധികാരപ്പെടുത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. അപ്പൊ ആ വചനം സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. വചനം അങ്ങയുടേതാണ്, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. താഴ്ത്തി വിനയപ്പെടുത്തുന്നു. എല്ലാ മാനവും മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.
അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഭൂമിയിൽ മനുഷ്യനായി താണിറങ്ങി വന്ന യേശു കർത്താവ് സ്വർഗീയ അധികാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് പാപമംഗിലമായ ലോകത്തിൽ പിശാചിന്റെ അടിമത്തത്തിൽ നിബന്ധിച്ചു കിടക്കുന്ന മാനവ ജനതയെ ഉദ്ധരിച്ച് വിടുവിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് താൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ താൻ ആരെന്നും താൻ എവിടെ നിന്ന് വരുന്നു എന്നും എന്നാൽ തൻ്റെ എതിരാളി ആരെന്നും തനിക്ക് ഈ ജനത്തിനും എതിരെ നിൽക്കുന്നവന്റെ സ്വഭാവം എന്തെന്നും അവന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്തെന്നും ബോധ്യപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ഭൂമിയിലും ആകാശത്തിലുമുള്ള സകലത്തെയും വാഴുവാൻ അധികാരം നൽകി ആക്കി വെച്ച മനുഷ്യൻ. എന്നാൽ അവനിൽ വിലയേറിയ ജീവനെ, നിത്യജീവനെ എന്നേക്കുമായി എടുത്തു കളഞ്ഞ് അവനെ മരണത്തിന്റെ അഗാധതയിലേക്ക് തള്ളിയിടുവാൻ പിശാച് അധ്വാനിച്ചു. ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയതെന്ന് യേശു കണ്ടത് ഒരു മനുഷ്യന്റെ ആത്മാവാണ്. ഭൂലോകത്തെക്കാളും വിലയേറിയതാണ് ഒരു മനുഷ്യന്റെ ആത്മാവെന്ന് യേശു പഠിപ്പിച്ചു. അന്ന് ആദാമിൽ എല്ലാവരും മരിച്ചു എങ്കിൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു. ആദാം അനുസരണക്ക് അവൻ മരണം ഉണ്ടാവുന്നതാണ്, ജീവിക്കുന്നു. യേശു തൻ്റെ ജീവരക്തം ഓരോ ആത്മാക്കളുടെയും ജീവന് വേണ്ടി, ഈ ഭൂമിയിൽ ജീവനുണ്ടെങ്കിലും മരിച്ചു കിടക്കുന്ന മാനവ ജനതയെ വിശ്വസിക്കുന്നതിലൂടെ ജീവൻ പ്രാപിച്ചവരായി, ജീവന്റെ നാമ്പ് അങ്കുരിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വളർന്നു വരുമ്പോൾ അതിന്റെ ജീവനെ എടുത്തു കളവാൻ സ്വർഗത്തിലെത്തും വരെയും ഈ ഭൂമിയിലെ ഏത് ഘട്ടത്തിലും വെച്ച്
സ്ഥാനവും ഈ ലോകത്തിൽ ഉണ്ട് എന്ന് യേശു ഈ വാക്യത്തിലൂടെ ആമേൻ കൽപ്പിക്കുകയാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അതിനൊരു ഉത്തമ ഉദാഹരണം നമുക്ക് പറയാനുള്ളത് യേശുവിന്റെ അരുമ ശിഷ്യനായി കൂടെ നടന്ന യൂദാ ഇസ്കരിയോത്താവാണ്. തൻ ചവിട്ടി നിൽക്കുന്ന പാളയം എന്തെന്നും തന്നെ കുറിച്ചുള്ള പിശാചിന്റെ ഉദ്ദേശം എന്തെന്നും യേശു മുൻകൂട്ടി വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അവൻ യേശുവിന്റെ കൂടെയാണെങ്കിൽ പോലും അവന്റെ കൂറ് മുഴുവനും അബദ്ധത്തിലോ എന്തോ ആയാം, അവന്റെ കൂറ് മുഴുവനും ആ ദുഷ്ടസിംഹാസനത്തിന്റെ മേലും പിശാചിന്റെ കൂടെയും ആയിരുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പലപ്പോഴും ഇന്ന് ക്രിസ്തീയ ഗോളത്തിലും നാം ബോധ്യപ്പെടേണ്ട ഒരു പ്രധാന വസ്തുതയാണ്, ദൈവത്തെ നാം ആരാധിക്കുന്നു എങ്കിലും, ദൈവത്തെ സേവിക്കുന്നു എങ്കിലും, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്ന കള്ളനായ ചതിയനായ പിശാചിന് അവകാശം ചിലത് നമ്മളുണ്ടോ എന്ന് ഇന്ന് രാത്രികാലം നാം ആരായേണ്ടത് ഏറ്റവും ആവശ്യം. അങ്ങനെയെങ്കിൽ യൂദയ്ക്ക് സംഭവിച്ചത് എന്താണ്? യൂദയെ തകർത്ത് കളവാനിടയായി പിശാച്. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ, യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുവാനുള്ള ധൈര്യം പിശാച് യൂദയ്ക്ക് കൊടുത്തു. താൻ കാപട്യത്തിൽ നിറഞ്ഞുകൊണ്ടായിരിക്കുന്നു എങ്കിൽ പോലും ആ കൂട്ടായ്മയുടെ നടുവിൽ കടന്നു ചെന്ന് യേശുവിന്റെ കയ്യിൽ നിന്നും അപ്പക്കഷ്ണം വാങ്ങുവാൻ ഒരു ധൈര്യം അവനുണ്ടായി. വചനം പറയുന്നു, യൂദ അപ്പക്കഷ്ണം വാങ്ങി തിന്നപ്പോൾ പിശാച് അവന്റെ ഉള്ളിൽ കടന്നു. നീ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്യുക എന്ന ശബ്ദം കേട്ടപ്പോൾ ഓടിപ്പോയി യേശുവിനെ പിടിക്കുവാൻ വേണ്ടി വരുന്ന, യേശുവിനെ പിടിച്ച് കൊല ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ നേതാവായി, അതിന് നേതൃത്വം കൊടുക്കുന്നവനായി യൂദ മാറി എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് നാം മറന്നു പോകരുതാത്തൊരു സത്യം, അപ്പോഴും യൂദ യേശുവിന്റെ ശിഷ്യൻ തന്നെയായിരുന്നു. അപ്പോഴും യൂദ യേശുവിന്റെ കൂട്ടായ്മയിൽ പങ്കാളി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പരസ്യമായി യേശുവിനെ വിമർശിച്ചിട്ടില്ല, പരസ്യമായി യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല, എങ്കിൽ പോലും യേശുവിന്റെ പാളയത്തിൽ അല്ലായിരുന്നു യൂദ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം, അതിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നും ചില ചിന്തകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. അതിന് 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒരു ദൈവത്തിന്റെ പൈതൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ അവൻ ഒരു വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, അവൻ പിന്നെ അന്നു മുതൽ ഓട്ടം തുടങ്ങുകയാണ്. അന്ന് മുതൽ അവൻ ആരംഭിക്കുന്ന ഓട്ടം, ആ ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടത് ആവശ്യം. പലപ്പോഴും ചില ഇടത്താവളങ്ങളിൽ നാം തങ്ങിപ്പോകുമ്പോൾ അവിടെ ശത്രു ആക്രമിക്കുവാൻ ഇടയായിത്തീരും. ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന മൃഗത്തെ കൊതുക് പോലുള്ള, ഈച്ച പോലുള്ളവയ്ക്ക് ഒരുപക്ഷെ
കീഴടക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ പിശാചിന് പെട്ടെന്ന് കീഴടക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ അത് നാം ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഭാരം ചുമക്കുന്ന ഒരുവനുണ്ട്, അവന്റെ മേൽ ഇട്ടുകൊടുക്കണം. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എപ്പോഴും ആക്റ്റീവായിരിക്കുന്നവനെയാണ് യേശുവിന് ഇഷ്ടം. എപ്പോഴും അധ്വാനിക്കുന്നവരെയാണ് യേശുവിന് ഇഷ്ടം. ആർക്കു വേണ്ടി നാം അധ്വാനിക്കുന്നവന് ഒരു ലക്ഷ്യബോധം കാണും. ആർക്കു വേണ്ടി നാം അധ്വാനിക്കുന്നു? യേശുവിന് വേണ്ടി അധ്വാനിക്കുന്നവൻ, അവന്റെ ഓട്ടം സ്ഥിരതയോടെ തന്നെ ആയിരിക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നാം യേശുവിന് വേണ്ടി അധ്വാനിക്കുന്നു എങ്കിൽ, നമ്മുടെ ജീവിതം യേശുവിനായിട്ടാണ് ആയിരിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ നാം ഭൗതികമായും അധ്വാനിക്കുമ്പോൾ, ആത്മീകമായും അധ്വാനിക്കുമ്പോൾ അതിന്റെ ഫലം മുഴുവനും യേശുവിന് വേണ്ടി ആകുന്നു എങ്കിൽ, യേശുവിന്റെ നാമ മഹിമയ്ക്ക് ആകുന്നു എങ്കിൽ, സ്തോത്രം, ചില ഭാരങ്ങൾ പറ്റിപ്പിടിക്കാൻ സ്തോത്രം ദൈവം അനുവദിക്കയില്ല. മുറുകെ പറ്റുന്ന പാപം ഒരു പാത്രം എടുത്ത് നാം കഴുകുമ്പോഴും വൃത്തിയാക്കുമ്പോഴും പിന്നെയും അതിൽ ചില അഴുക്കിന്റെ പാടുകൾ, ചില കറകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ നാം ദൈവത്തിന്റെ മക്കൾ ആയി കഴിഞ്ഞാലും പിന്നെയും പിശാചിന് അവകാശം പറവാൻ തക്ക നിലയിലുള്ള, പിന്നെയും പിശാചിന് ചില കാര്യാദികൾക്ക് തങ്ങി നിൽക്കുവാൻ വാക്ക് നൽകുന്ന തരത്തിലുള്ള മുറുകെ പറ്റുന്ന പാപം, മുറുകെ പറ്റുന്ന പാപം. ഒരു ദൈവ പൈതലെന്ന് ലോകം അറിഞ്ഞിട്ടും ഒരു ദൈവ പൈതലിന് നിരക്കാത്തത് എന്തെങ്കിലും നമ്മളുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം, ഈ രാത്രികാലം ആ കൈകളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പൊ ആ സ്ഥിരതയോടെ ഓടുവാൻ കഴിയാതെ, സ്ഥിരമായി നിൽക്കുവാൻ കഴിയാതെ, സ്ഥായിയായി നിൽക്കുവാൻ കഴിയാതെ, എന്റെ മേൽ അവകാശം പറയുന്ന ചില ഭാരങ്ങൾ എന്നിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ചില പാപപാശങ്ങൾ എന്നിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. രണ്ടാമത്തെ വാക്യം പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. നമ്മുടെ ഓട്ടത്തിനൊരു സ്ഥിരത വരണമെങ്കിൽ നാം നോക്കേണ്ടത് നമ്മുടെ യേശുവിനെ അത്രേ. യേശുവിൽ നിന്നും നമ്മുടെ കണ്ണ് എപ്പോൾ മാറുമോ, യേശുവിലെ സ്നേഹവും യേശുവിലെ അഭിഷേകവും എപ്പോ നമ്മെ വിട്ട് മാറുമോ, അപ്പോൾ നമ്മുടെ കാലുകൾ തെറ്റുവാനിടയാകും, നമ്മുടെ ചിന്തകൾ മാറുവാനിടയാകും, നമ്മുടെ ലക്ഷ്യത്തിന് മാറ്റം സംഭവിക്കുവാൻ ഇടയായിത്തീരും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. സ്തോത്രം. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്തോത്രം. യേശു കർത്താവ് പ്രസംഗിച്ചാൽ പ്രസംഗം കേൾക്കുവാൻ ആയിരക്കണക്കിന് ജനം കൂടും. യേശു കർത്താവ് കൈനീട്ടിയാൽ അത്ഭുതം. യേശു കടലിനെ നോക്കി ശാസിച്ചാൽ അത്ഭുതം. ഹല്ലേലൂയ. യേശു സ്തോത്രം കുഷ്ഠരോഗിയെ തൊട്ടാൽ അത്ഭുതം. നിലവിളിച്ചു കൊണ്ടുവരുന്ന സഹോദരിയുടെ മകൾക്ക് വേണ്ടി നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ പൈശാചിക ബാധ അങ്ങകലെ അഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശുവിനെ കുറിച്ച് ജനത്തിന് പറയാനുള്ളൂ. ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച യേശു രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാട് പോലെ അവിടെ നിൽക്കുന്നത്
ആമേൻ, യേശുവിന്റെ ശുശ്രൂഷയുടെ പാരമ്യതയെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് ശബ്ദം കേൾക്കുമ്പോൾ അവന് മറുപടി കൊടുക്കാതെ നിന്ന യേശുവിന്റെ സാന്നിധ്യം ശ്രേഷ്ഠവും ശ്രദ്ധേയവുമാണ് എന്ന് നാം മറന്നുപോകരുത്. അവിടെ ക്രൂശിതനാക്കപ്പെട്ട് ക്രൂശിനെ അലക്ഷ്യമാക്കി തന്നെ താൻ താഴ്ത്തിയ ഒരു കർത്താവിന് ഒരു ജയമുണ്ട് എന്ന് മുൻകൂട്ടി അറിയാം. ആരുടെ മുമ്പിലാണോ തലകുനിച്ചത് അതേ ജനം ആ ചാപ്റ്റർ അവസാനിച്ചു എന്ന് ചിന്തിച്ച അതേ അധികാര സമൂഹം ഞെട്ടിവിറയ്ക്കുന്ന തരത്തിൽ തന്നിലൂടെ മാത്രമല്ല, താൻ ഒരുവൻ മാത്രം അവർക്ക് പ്രശ്നമായിരുന്നു എങ്കിൽ 1000 പേരെ സ്തോത്രം അവർക്ക് പ്രശ്നമാക്കുന്ന, പൈശാചിക അധികാരങ്ങൾക്ക് പ്രശ്നമാക്കുന്ന, അവരെ വിരളി പിടിപ്പിക്കുന്ന ഒരു അത്ഭുതം യേശുവിനടുത്ത് ചെയ്യാനുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ അത്രേ യേശു തന്റെ ശുശ്രൂഷകളിൽ സ്തോത്രം മുന്നേറ്റം നടത്തിയത്. അത് അത്ഭുതങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും മാത്രമല്ല, അതിലും അപ്പുറം മിണ്ടാതെ നിൽക്കുന്ന, മൗനം ഭജിച്ച് നിൽക്കുന്ന, സ്തോത്രം മാറി മാറി വിധിച്ചിട്ടും ഹല്ലേലൂയ ആമേൻ സ്തോത്രം ജയാളിയായി നിന്ന യേശു വിളിച്ചു പറയുകയാണ്, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. ആ യേശുവിനെ നോക്കാം. ആമേൻ സ്തോത്രം. ആമേൻ. അതിന്റെ 3-ാമത്തെ വാക്യം പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇങ്ങനെ ആമേൻ സ്തോത്രമുള്ള വിരോധം സഹിച്ചവനെ, ആമേൻ കഷ്ടത സഹിച്ചവനെ, വിരോധികളാൽ മുറിവേറ്റവനെ, വിരോധികളാൽ വേദന സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന യേശുവിനെയാണ് നാം ധ്യാനിക്കുന്നത്. എന്നാൽ സ്തോത്രം കഷ്ടതകൾ സഹിച്ച യേശുവിനെ പലപ്പോഴും ധ്യാനിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം അതിനും അപ്പുറം ഒരു ജയമുണ്ട്. ആമേൻ സ്തോത്രം. അത്ഭുതമായി നമ്മെ മാറ്റുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. അവിടുത്തെ കൃപ ധാരാളമായി ആമേൻ നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം സ്തോത്രം 1-ാമതായി ഹല്ലേലൂയ ഞാൻ പറയട്ടെ, 1-ാമതായി പിശാചിന് നമ്മെ മോഷ്ടിക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ നാം യേശുവിനെ നോക്കേണ്ടത് ആവശ്യം, സ്ഥിരതയോടെ ഓടേണ്ടത് ആവശ്യം. 2-ാമതായി സ്തോത്രം അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നു, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മെ ശിക്ഷിക്കുന്ന ഒരു ദൈവം എന്ന് വചനം പഠിപ്പിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നവരെ അവൻ ശിക്ഷിക്കുന്ന ഒരു ദൈവം. നമുക്ക് വേണ്ടി ഒരു അപ്പൻ ഉണ്ടെങ്കിൽ അപ്പൻ ഉറപ്പായിട്ടും നമ്മോട് ദേഷ്യപ്പെടും. അപ്പൻ ഉറപ്പായിട്ടും ചെയ്യുന്ന തെറ്റിന് തക്ക ശിക്ഷ തരും. ഹല്ലേലൂയ. കർത്താവിന്റെ ശിക്ഷണത്തിൽ നാം ജീവിക്കേണ്ടത് ആവശ്യം. പലപ്പോഴും സ്തോത്രം ദൈവം ഒരുക്കിയ ഏദൻ തോട്ടം ചില നിബന്ധനകൾക്ക് വിധേയമാക്കപ്പെട്ടതായിരുന്നു. ചില നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആദാം ദൈവത്തിന് തുല്യനാണെങ്കിൽ പോലും, ദൈവത്തിന്റെ മകനാണെങ്കിൽ പോലും, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആദാമിന് കഴിയും എങ്കിൽ പോലും ആദാം ദൈവം വച്ച ചിട്ടകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആദാം നിലനിന്നില്ലെങ്കിൽ
ആദം ശത്രുപാളയത്തിൽ ആകുന്നു. അതൊരു പക്ഷേ താൽക്കാലിക സ്വാതന്ത്ര്യം നൽകുന്നതാണ്. സ്തോത്രം. അതൊരു പക്ഷേ ശാസനയില്ലാത്തതാണ്. അത് പക്ഷെ തോന്നും പോലെ ജീവിക്കാവുന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. അപ്പൻ നമ്മെ ശിക്ഷിക്കുന്ന ഒരു അപ്പൻ, നമ്മോട് കോപിക്കുന്ന ഒരു അപ്പൻ ഒരിക്കലും നമ്മുടെ തകർച്ച കാണാൻ വേണ്ടിയല്ല കോപം. ആ ശിക്ഷ കിട്ടുന്നത് ഒരിക്കലും നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശിക്ഷയുമല്ല. ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. വീണ്ടും താഴോട്ട് നമ്മൾ വായിപത്രം, താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. നമ്മുടെ കുഞ്ഞിനൊരു തല്ല് കൊടുത്താൽ ആ തല്ലും കൊണ്ടിട്ട് കുട്ടി വീട് വിട്ട് ഇറങ്ങി ഓടിയാൽ, അല്ലെങ്കിൽ അപ്പനെ ഭീഷണിപ്പെടുത്തിയാൽ, ആ മകൻ അപ്പന് വേദനയാണ്. ആ മകനെ കുറിച്ച് അപ്പന് കരയാനേ ഉള്ളൂ. എന്നാൽ മറിച്ച് അപ്പനൊരു ശിക്ഷ കൊടുത്താൽ, ഒരു തല്ല് കൊടുത്താൽ, ഇത്തിരി കഴിഞ്ഞ് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അരികിൽ വന്നാൽ ആ മകനോടുള്ള അപ്പന്റെ സ്നേഹം പൂർവാധികം ശക്തമായിരിക്കും. ഹല്ലേലൂയ. പകൽക്കാലം രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കർത്താവ് ചില കുഞ്ഞു കുഞ്ഞു ശിക്ഷകൾ നമുക്ക് തരും. നാം എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മെ ഒന്ന്, മോനെ ഈ പോക്ക് ശരിയല്ല, ഈ നിന്റെ തീരുമാനം ശരിയല്ല, ഈ നിന്റെ തിരഞ്ഞെടുപ്പ് ശരിയല്ല, ചില മേഖലകളിൽ തകർച്ച വരുമ്പോൾ മനസ്സിലാക്കണം, എന്റെ ദൈവം അധികം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവിടെ യേശുവിനെ വിട്ടിട്ട് പിശാചിന്റെ പുറകെയല്ല പോകേണ്ടത്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു പ്രവചനത്തിന്റെ പുറകെയല്ല പോകേണ്ടത്. അതിനേക്കാളപ്പം നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിൽക്കും. എനിക്ക് ഈ കുഞ്ഞു ശിക്ഷ തന്നതുകൊണ്ട് എന്റെ പ്രാണപ്രിയൻ ഒരു ഉദ്ദേശമുണ്ട്. ആമേൻ എന്ന് പറഞ്ഞ് കർത്താവിൽ ശരണപ്പെടാൻ നമുക്ക് കഴിഞ്ഞാൽ അതെത്രയോ സന്തോഷം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അതിന്റെ 8-ാമത്തെ വാക്യം പറയുന്നു, സ്തോത്രം. അതിന് 7 കുറെ കൂടെ വിശദമായി പറയും. നിങ്ങൾ ബാലശിക്ഷ സഹിച്ച ദൈവ മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെ ഉള്ളൂ? നമ്മുടെ അപ്പൻ, നമ്മുടെ ദൈവം, നമ്മുടെ യേശു അപ്പൻ, നമ്മൾ ശിക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിക്ഷിക്കും തോറും, അപ്പന്റെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു ശിക്ഷകൾ നാം കിട്ടുന്തോറും അപ്പനോട് ചേർന്ന് നിന്നാൽ, അപ്പനെ തള്ളിപ്പറഞ്ഞിട്ട് ഓടിപ്പോകാതെ ചേർന്ന് നിന്നാൽ, അപ്പന് നമ്മോടുള്ള സ്നേഹം ഒരിക്കലും കുറയുകയില്ല, കൂടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ കൂടിയാൽ പ്രതിയോഗിയായ പിശാച്, ആമേൻ, സ്തോത്രം, അവൻ തകർന്നു പോകും. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ആദമിനെ തോട്ടത്തിൽ നാട്ടി പുറത്താക്കുമ്പോൾ, സ്തോത്രം, ആദമിനെ സ്വീകരിക്കാൻ പിശാച് റെഡിയായി നിന്നു. ആദമിന്, സ്തോത്രം, തുറക്കപ്പെട്ട ഭൗതിക കണ്ണ് അതവനൊരു പക്ഷെ ഇമ്പം കൊടുത്തു കാണും. അതിന്റെ പുതിയ മേഖലകൾ പിശാച് തുറന്നു കൊടുത്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പിന്നെയും ആ തോട്ടത്തിന്റെ മുമ്പിൽ കിടന്ന് അലറി കരയാൻ ആദമിന് കഴിഞ്ഞില്ല. ആ തോട്ടത്തിന്റെ പടിവാതിലിൽ നിന്ന് അലറി ഏങ്ങിക്കരയാൻ, സ്തോത്രം, മനസ്സലിവുള്ള ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് കരയാൻ, സ്തോത്രം, ജീവൻ നഷ്ടപ്പെട്ടു പോയ ആദമിന് കഴിയാതെ പോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ,
നമ്മെ ജീവിപ്പിക്കുന്ന യേശു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും അത്രേ വന്നിരിക്കുന്നതെന്ന് അരുളി ചെയ്ത യേശു. നമ്മുടെ ജീവനെ എടുത്തു കളവാൻ കാംക്ഷിക്കുന്ന പിശാചിന്റെ കൈകളിൽ അകപ്പെടാതെ പ്രത്യാശയോടെ ആമേൻ ജീവന്റെ നാഥനായ യേശുവിൽ നമുക്ക് ശരണപ്പെടാം. അവൻ നൽകുന്ന ബാലശിക്ഷകൾ ഒരിക്കലും നാം നിരസിക്കരുത്. കുറെ വ്യക്തമായ 8-ാമത്തെ വാക്യം, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. യഥാർത്ഥ അപ്പന് മകനെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരു രണ്ടാനച്ഛന് ആ മകനെ ശിക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾക്ക് എന്നെ അടിക്കാൻ എന്ത് കാര്യമെന്ന് കുഞ്ഞ് ചോദിച്ചാൽ ആ അപ്പന് മറുപടിയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, എന്തിന് ദൈവമേ എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്നു എന്നൊരു ചോദ്യം ഒരു ദൈവ പൈതലിന് ചോദിക്കാൻ വകയുണ്ടോ? നമ്മുടെ അപ്പൻ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്. ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ശിക്ഷകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ നമുക്ക് വന്നെങ്കിൽ നമ്മെ പൂർവാധികം സ്നേഹിച്ചു മാറോടണയ്ക്കുക. ഇതുവരെ നാം പ്രാപിക്കാത്ത നന്മകളും സന്തോഷവും അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മെ നിറയ്ക്കാൻ സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ മേൽ ചൊരിയുവാൻ, അത് പിന്നെയും ക്രിസ്തുവിന്റെ മഹത്വത്തിനു വേണ്ടി അവയിൽ സ്തോത്രം പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി അത്രേ അക്കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. നാം തല്ലുമ്പോൾ, യേശു തല്ലുമ്പോൾ നോക്കി നിൽക്കുന്ന പിശാചിന്റെ കൂട്ടാളിയാകാതെ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്നവന്റെ കൂട്ടാളിയാവാതെ യേശുവിന്റെ മാറിൽ ചാരിയിരിപ്പാൻ നമ്മെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കാം. മൂന്നാമതായി എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എല്ലാവരും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നമുക്ക് ചില ശിക്ഷകൾ ലഭ്യമാകുന്നത് നാം ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. നാം ശുദ്ധീകരണം പ്രാപിക്കാത്തത് കൊണ്ടാണ് സമാധാനം ആചരിക്കാൻ കഴിയാത്തത്. യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ശുദ്ധീകരണം പ്രാപിക്കാൻ സ്തോത്രം നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് സമാധാനപ്പെടാനും നമുക്ക് കഴിയാത്തത്. പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിച്ചുവല്ലോ, സഭകളിലെ ഭിന്നത, സഭകൾ തമ്മിലുള്ള കലകൾ, യേശുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാകുന്ന വിശ്വാസ സമൂഹം പരസ്പരം ക്രൂദ്ധിച്ചും ചെളിവാരിയും കരുതേച്ചുമൊക്കെ വേദനിപ്പിക്കുമ്പോൾ വിശ്വാസികളെന്നും വിശുദ്ധരെന്നും അവകാശപ്പെടുന്നവർ പോലും ഇന്ന് സമാധാനം കൈക്കൊള്ളാൻ കഴിയാതെ, സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിയാതെ, ഒരിക്കൽ യേശു കർത്താവ് അടുക്കൽ ശിഷ്യന്മാർ ഇങ്ങനെ വന്ന് പറഞ്ഞു, കർത്താവേ, നീ അയച്ചിട്ട് ഞങ്ങൾ പോയി നിന്റെ വേല ചെയ്തു, എന്നാൽ ഞങ്ങളുടെ കൂടെയോ നിന്റെ കൂടെയോ കണ്ടിട്ടില്ലാത്ത ചിലർ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടു. അഭിമാനത്തോടെ ശിഷ്യന്മാർ പറഞ്ഞു, അവരെ ഞങ്ങൾ വിരോധിച്ചു എന്ന്. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ യേശു അതിനെ ഒട്ടും ന്യായീകരിച്ചില്ല എന്നുള്ള സത്യം നാം ബോധ്യപ്പെടേണ്ടത് ആവശ്യം. യേശു കർത്താവ് പറഞ്ഞു,
നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ. അർത്ഥമെന്ന് നിങ്ങൾ എന്തിനവരെ വിരോധിച്ചു എന്ന ചോദ്യം യേശു ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അന്ന് ചുങ്കക്കാരും പാപികളും പന്തിയിലിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മറ്റൊരുവന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? രാത്രി യേശു കാണിക്കുന്ന കരുണയാണ് ശ്രേഷ്ഠം. യേശു ദൈവ സമൂഹത്തോട് കാണിക്കുന്ന കൃപയാണ് ശ്രേഷ്ഠം. പരീശന്മാരെന്ന് പാപികളെന്ന് മുദ്രകുത്തി തങ്ങളുടെ കൂട്ടത്തിൽ ഇരിപ്പാനോ കൂട്ടായ്മ ആചരിപ്പാനോ പോരാത്തവരെന്ന് ചിന്തിച്ച് മാറ്റി നിർത്തിയിരുന്ന ജനസമൂഹത്തെ മാറോട് അടക്കി പിടിച്ച യേശുവിന്റെ സ്നേഹം, അവരെ ന്യായീകരിച്ച് ദൈവ സമിധത്തിൽ നിർത്തിയ, ദൈവവേലക്കാരാക്കി മാറ്റിയ, അവരെ പ്രശംസിച്ച യേശുവിന്റെ സ്നേഹം ഇന്ന് പകൽക്കാലം അത് കണ്ട് സമാധാനിക്കുവാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ. ഇതിലൂടെ ചേർത്ത് ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇന്ന് പകൽക്കാല രാത്രി നാം കരയേണ്ടത് ആവശ്യം. നിന്നെ അറിഞ്ഞവർ പക്ഷെ അറിയേണ്ടും വേണ്ടും അറിഞ്ഞില്ലപ്പാ. നീ അവരുടെ ഇടയിൽ അത്ഭുതം ചെയ്യണമേ. നാം കരയുന്നു എങ്കിൽ നിശ്ചയമായി പാരമ്പര്യങ്ങളിൽ കിടക്കുന്നവർ വിടുവിക്കപ്പെടും. ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുക്കുന്നവരാണവർ. മിഷണറിമാരെ സഹായിക്കുന്നവരാണവർ. ഒത്തിരി മിഷണറിമാരെ അയച്ചിട്ടുള്ളവരാണവർ. അവരെ ദൈവകരങ്ങളിൽ ചേർത്ത് പിടിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ആ സഭകളിലൊക്കെ ഉണർവ് വെളിപ്പെടേണ്ടത് ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ സമാധാനം വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കട്ടെ. നമ്മുടെ കണ്ണുകൾക്ക് വിശുദ്ധി ഉണ്ടാകട്ടെ. അവരെ കാണേണ്ടും വണ്ണം കാണുവാൻ, നോക്കേണ്ടും വണ്ണം നോക്കുവാൻ, സംസാരിക്കുവേണ്ട സംസാരിക്കുക ഒരു തുറന്ന ഹൃദയം നമുക്ക് വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ലോകം ആരെയൊക്കെ യേശുവിന്റെ സന്നിധിയിൽ വെച്ച് കുറ്റപ്പെടുത്തിയോ അവരെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച യേശുവിന്റെ സ്നേഹം എത്രയോ ശ്രേഷ്ഠം. ഇന്നും വിശുദ്ധ സഭ അത്തരത്തിലായെങ്കിൽ എത്രയോ ശ്രേഷ്ഠഭാഗമായിരുന്നു. പരസ്യമായി ചെളിവാരിയെറിയുന്ന, വിശുദ്ധിയുടെ പേരിൽ ചെളിവാരിയെറിയുന്ന അനുഭവങ്ങൾ നമ്മിൽ നിന്ന് മാറിപ്പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം വരട്ടെ. നമ്മിലെ വിശുദ്ധിയെ എപ്പോഴും നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, സമാധാനമില്ലാതിരിക്കുന്ന ആമേൻ ജീവിതാനുഭവത്തിൽ വിശുദ്ധിക്ക് വേണ്ടി വാഞ്ചിക്കുവാൻ ഇന്ന് പകൽക്കാലം അപ്പോൾ ഒരു വിശുദ്ധ ഹൃദയം എനിക്ക് തരണമേ എന്ന് നാം കൊതിയോടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. അവസാനമായി 12-ാമത്തെ അതിന്റെ 16-ാമത്തെ വാക്യം പറയുന്നു, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. സ്തോത്രം. ഏശാവ് അപ്പന്റെ മൂത്ത പുത്രനാണ്. അപ്പൻ നൽകിയ, അപ്പനിലൂടെ ദൈവം കൊടുത്ത അവകാശമാണ് ജ്യേഷ്ഠൻ എന്ന അവകാശം. എന്നാൽ താൽക്കാലിക ഭോജ്യത്തിനു വേണ്ടി വിശന്നു വന്ന തനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവ ചുമന്ന പായസം തന്റെ അനുജൻ ഉണ്ടാക്കി വെച്ചിരുന്നപ്പോൾ, യേശാവേ, മറ്റെന്തെങ്കിലുമൊക്കെ നിനക്ക് വാഗ്ദാനം ചെയ്യാമായിരുന്നു, എന്നാൽ ദൈവം നിനക്ക് തന്ന ജ്യേഷ്ഠാവകാശത്തെ നീ ഒരു കോപ്പ പായസത്തിന്റെ വിലയെ കൽപ്പിച്ചുള്ളൂ. ഒരു കോപ്പ പായസത്തിന് വേണ്ടി നീ ഒരിക്കലും മറ്റെന്ത് കൊടുത്താലും ജ്യേഷ്ഠാവകാശം വിറ്റതായിരുന്നു. ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ നിന്റെ കൂടെ എങ്ങനെ ദൈവത്തിന് നിൽക്കാൻ കഴിയും?
എങ്ങനെ നിന്റെ അപ്പന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവം തന്റെ സന്നിധിയിൽ ഒരു അവകാശം നമുക്ക് വെച്ചിട്ടുണ്ട്. എപ്പോഴും അടുത്ത് ചെല്ലുവാൻ ദൈവ പൈതൽ എന്നൊരു അവകാശം, ദൈവ മകൻ എന്നൊരു അവകാശം. അത് നാം പ്രഖ്യാപിക്കേണ്ടതല്ല, യേശു നമ്മെ നോക്കി പ്രഖ്യാപിക്കേണ്ടതാണ്. ആ യേശുവിന്റെ അടുക്കൽ വചനം പറയുന്നത്, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ അവിടുത്തെ സന്നിധിയിൽ വരുവീൻ. പലപ്പോഴും ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി ശിഷ്യന്മാർ പ്രതീക്ഷിക്കാത്തതായിരുന്നു. ശിഷ്യന്മാർ പറഞ്ഞ അഭിപ്രായത്തിനും കിട്ടിയ മറുപടി ശിഷ്യന്മാർ പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ യേശുവാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ആമേൻ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോട് കൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. മാനസാന്തരത്തിനിട കണ്ടില്ല. ഏറ്റവും ശ്രേഷ്ഠമായതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവകിരീടം, ദൈവ പൈതൽ എന്ന അവകാശം. ഒരുപക്ഷെ യേശാവ് അറിഞ്ഞില്ല ജ്യേഷ്ഠാവകാശത്തിന്റെ വില. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ, വചനം പറയുന്നത്, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ ദൈവ ന്യായവിധിയിൽ നിന്ന് എങ്ങനെ തെറ്റി ഒഴിയും? രക്ഷിക്കപ്പെട്ടവരായ നാം ഓർക്കുക, മറ്റുള്ളവരും രക്ഷിക്കപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കും. മറ്റുള്ളവരും രക്ഷിക്കപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട നാം രക്ഷിക്കപ്പെടേണ്ടവർക്ക് വേണ്ടി യേശു പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ അവരുടെ പാപം നിന്നുപോകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാനൊരു ചിന്ത പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് പറയട്ടെ. ഇവനൊരു പാപി എന്ന് മാറ്റി നിർത്താൻ, ഇവനൊരു പാപി എന്ന് വിധി എഴുതാൻ നമ്മളിൽ ആർക്കാണ് അധികാരമുള്ളത്? ഹല്ലേലൂയ. ഇവനൊരു പാപി എന്ന് വിധിക്കാൻ നമുക്ക് ആർക്കെങ്കിലും അവകാശമുണ്ട്? ഇന്ന് പകൽക്കാലം ആ കൈകളിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം ജീസസ്. ഹല്ലേലൂയ ജീസസ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. കണ്ടോ? ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഫിലാദൽഫിയ സഭയ്ക്ക് ദൈവാത്മാവ് ദൂത് എഴുതുന്നു, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ജയിക്കാം. നമുക്ക് പിശാചിനോട് ചേർന്ന് നിൽക്കാതെ ജയിക്കാം. പിശാച് നമ്മെ മോഷ്ടിക്കാതെ ജയിക്കാം. പിശാച് നമ്മുടെ ആത്മാവിനെ കളങ്കമാക്കാതെ ജയിക്കാം. എത്രത്തോളം താഴാമോ
ഞാനൊന്നുമല്ല ദൈവമേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദൈവദാസൻ എന്ന കേൾവി കേൾക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദൈവവേലക്കാരൻ എന്ന കേൾവി കേൾക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് വിനയപ്പെടുത്താമോ? പിശാചിന്റെ സാന്നിധ്യങ്ങൾക്ക് നമ്മെ തൊടാൻ കഴിയുകയില്ല. അഹങ്കരിക്കുന്നവന്റെ അരികിൽ ഓടി വരുന്ന പിശാച്, അഹങ്കരിക്കുന്നവനെ അവകാശം പറയുന്ന പിശാച് കയ്യിനെ പോലെ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ പാപം കിടക്കരുതേ. യൂദയേശുവിന്റെ ശിഷ്യനായിരുന്നിട്ട് യൂദയുടെ കൂറ് മറ്റൊരിടത്തായിരുന്നു. ഒരുപക്ഷെ യൂദയുടെ ബോധ്യമല്ല, യൂദ അറിഞ്ഞില്ല പിശാചാണ് തന്നെ ഭരിക്കുന്നതെന്ന്. യേശുവിന്റെ കൂടെ ഇരുന്നിട്ടും യേശു എത്രയോ വട്ടം ഉണർത്തി കൊടുത്തിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ രോഗികൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ കലഹങ്ങളിലായിരിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനമില്ലാതിരിക്കുന്നവർ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയവർ, ഒന്നാമത് അവരോട് നമുക്ക് ക്ഷമിക്കാം. യേശുവിനെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നവർ, അവരോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നവർ, ദൈവമക്കളെ ഉപദ്രവിക്കുന്നവർ, ദൈവമക്കളെ പീഡിപ്പിക്കുന്നവർ, ദൈവമക്കളുടെ അവസാനം കണ്ടിട്ടേ ഉറങ്ങൂ എന്ന് ചിന്തിക്കുന്നവർ, അവരോട് ക്ഷമിക്കണമേ കർത്താവേ എന്ന് ആ ദൈവകരങ്ങളിൽ നമ്മെ ഭരമേൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ കിരീടം ആരും എടുത്തു കളയാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. യേശുവിനെ നോക്കി സ്ഥിരതയോട് ഓടുവാൻ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കാതിരിക്കാൻ, സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ, അവകാശം വിറ്റുകളയാതെ, രക്ഷയെ നഷ്ടപ്പെടുത്താതെ, രക്ഷ എന്ന ശിരസ്ത്രം ധരിച്ചു കൊണ്ടുപോടുവാൻ, ഹല്ലേലൂയ, പിശാചിനെ ജയിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാമോ? അമ്മയെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അടിയങ്ങളെ താഴ്ത്തുന്നു. അങ്ങ് കേൾപ്പിച്ച വചനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഏതുമില്ല. ആ വചനങ്ങൾക്ക് മുമ്പിൽ അമേൻ നിവർന്നു നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ആ വചനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. അപ്പൊ അങ്ങ് ഞങ്ങളെ ഒന്നും കൂടെ പണിയണം. അങ്ങയുടെ സ്നേഹത്തെ ചുമക്കുന്നവരായി, അങ്ങയുടെ ശക്തിയിൽ നിറയുന്നവരായി, അങ്ങയുടെ ശക്തിയിൽ ബലപ്പെടുന്നവരായി ഞങ്ങൾ തീരട്ടെ. ഞങ്ങളിലെ ശക്തി വേണ്ട, ഞങ്ങൾക്കെന്ന് പറയാനൊന്നുമില്ല, എല്ലാം അവിടുത്തേതാണ്. അവിടുത്തെ മുഖാന്തരങ്ങളായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. അപ്പൊ ആ ജീവജലം പകർന്നു വയ്ക്കുവാൻ അങ്ങ് തെരഞ്ഞെടുക്കുന്ന മാനപാത്രങ്ങളായി ഞങ്ങൾ ജീവിക്കട്ടെ. ഞങ്ങളെ കാണുന്നവരും കേൾക്കുന്നവരും അങ്ങയിൽ നിന്ന് കുടിക്കട്ടപ്പ. അങ്ങയിലെ അനുഭവം പകരട്ടെ. ഞാനോ അവർക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനും അത്രേ വന്നിരിക്കുന്നത് അരുളി ചെയ്തവനെ. അങ്ങയുടെ ജീവശ്വാസമാക്കി ഞങ്ങളെ നിർത്തണമേ അപ്പ. ഭൗതിക ശ്വാസമല്ല, ജീവശ്വാസം ഞങ്ങളിൽ നിലനിൽക്കട്ടെ. അത് ഞങ്ങളെ ജീവിപ്പിക്കുന്നതാണ്, സ്വർഗത്തോളം ഞങ്ങളെ കൊണ്ടുപോകുന്നതാണ്. അതിൽ തന്നെ ഞങ്ങൾ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ആദം മരിച്ചിട്ടും ആദമിന് ശ്വാസമുണ്ടായിരുന്നു. മരിച്ച ആദമിനെ പോലെയല്ല, ജീവനുള്ള ആദമിനെ പോലെ. അപ്പൊ അങ്ങ് ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ഓടി വരുവാൻ
എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന പേര് വിളിക്കുമ്പോൾ ഓടി വരുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധി ഞങ്ങൾക്ക് നൽകണം. വചനം കേട്ട് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. രോഗികളായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ബലഹീനരായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വരുന്നവന്റെ സകല അതിക്രമങ്ങളും അഴിഞ്ഞു പോകട്ടെ. ഉന്നതത്തിലെ കൃപകൾ കൊണ്ട് നിറയ്ക്കിയാൽ സ്തോത്രം. അവിടുത്തെ സന്നിധി ഞങ്ങളെ വിനയപ്പെടുത്തുന്നു, താഴ്ത്തുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. തുടർന്ന പ്രാർത്ഥന സെഷനിലൊക്കെ ദൈവകരം കൂടെ ഇരിക്കണം. എല്ലാ മാനവും മഹിമയും പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കിട്ടുന്നതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.